മലയാള സിനിമ കണ്ട ഏകാലത്തെ മികച്ച നടന്മാരിൽ ഒരാളാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. സ്വാഭാവികമായ അഭിനയം കൊണ്ട് അദ്ദേഹം പലപ്പോഴും പ്രേക്ഷകരെ അമ്പരിപ്പിച്ചിട്ടുണ്ട്. തന്റെ തനത് അഭിനയ ശൈലിയിലൂടെ വലിയ ശ്രദ്ധ നേടിയ അദ്ദേഹം സത്യൻ അന്തിക്കാട്, കമൽ തുടങ്ങിയവരുടെ സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് നടൻ ജഗദീഷ്. കുറച്ചുകൂടി കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയാത്തതിൽ അവസാന നാളുകളിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണന് കുറ്റബോധം ഉണ്ടായിരുന്നുവെന്ന് പറയുകയാണ് ജഗദീഷ്. ദാരിദ്ര്യം നന്നായി അറിഞ്ഞിട്ടുള്ള നടനാണ് അദ്ദേഹമെന്നും സിനിമയിൽ വന്ന ആദ്യ നാളുകളിൽ കാശ് ചോദിച്ചു വാങ്ങാൻ അദ്ദേഹത്തിന് മടിയായിരുന്നുവെന്നും ജഗദീഷ് പറഞ്ഞു. ആദ്യത്തെ കുട്ടിയുണ്ടായപ്പോൾ KPC ലളിതയോട് പണം വാങ്ങിയാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ നാട്ടിലേക്ക് പോയതെന്നും ജഗദീഷ് അമൃത TVയോട് പറഞ്ഞു. അവസാന കാലത്ത് അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായിരുന്നു. കുറച്ചുകൂടി റോളുകൾ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, വളരെയധികം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ തുടക്കകാലം കലാനിലയം, നാടകവേദി എന്നിവകളിൽ നിന്നുമെല്ലാമാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു ഫിക്സഡ് പൈസ മാത്രമേ കിട്ടുകയുള്ളൂ. ദാരിദ്ര്യം ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും വീട്ടിലേക്ക് കാര്യമായിട്ട് പണമൊന്നും അയച്ചു കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അതിനുശേഷം പ്രൊഫഷണൽ നാടകവേദിയിൽ പോകുമ്പോഴും കാര്യമായ സാമ്പത്തിക നേട്ടം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പിന്നെ സിനിമയിൽ വന്ന ആദ്യ നാളുകളിൽ കാശൊക്കെ ചോദിച്ചു വാങ്ങാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. വളരെ മിതമായിട്ടുള്ള പ്രതിഫലമായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ ചിലതൊന്നും കിട്ടിയിട്ടുമില്ല. പട്ടിണി അനുഭവിച്ചിട്ടില്ലെങ്കിലും ദാരിദ്ര്യം നന്നായി അറിഞ്ഞിട്ടുള്ള നടനാണ് അദ്ദേഹം. ആദ്യത്തെ കുട്ടിയുണ്ടായപ്പോൾ KPC ലളിത ചേച്ചിയോട് 250 രൂപ കടം വാങ്ങിയാണ് അദ്ദേഹം നാട്ടിലേക്ക് പോകുന്നത്. അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, ജഗദീഷ് പറയുന്നു.